സ്നേഹമുള്ളവരെ, ആഗമന കാലത്തിലൂടെ ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായി നാം ഒരുങ്ങുമ്പോൾ ഇന്ന് നാം ധ്യാന വിഷയമാക്കുക ഒരു മാൾട്ടാക്കാരിയെയാണ്. കുപ്പത്തൊട്ടിയിൽ നിന്നും കിട്ടിയ ഓരോ കുഞ്ഞും ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിലെ ഉണ്ണിയേശുവായി മദറിന് മുമ്പിൽ അവതരിച്ചു എന്നതായിരുന്നു മദർ തെരേസായുടെ ജീവിത സാഫല്യം. കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, സേവനത്തിന്റെ ഒരൊറ്റ ഭാഷ മാത്രമേ കൈമുതലായി ഉണ്ടായിരുന്നുള്ളൂ ആ മനുഷ്യ സ്നേഹിക്ക്. ഒരിക്കൽ പാവങ്ങളുടെ അമ്മയായ മദർ തെരേസായുടെ സന്യാസിനി സമൂഹത്തിൽ ചേരാൻ ഒരു മാൾട്ടാക്കാരി പെൺകുട്ടി വന്നു. സ്നേഹപൂർവം അവളെ സ്വീകരിച്ച മദർ അത്യാഹിത രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ഭവനത്തിലേക്ക് അവളെ അയച്ചു. അല്പം മടിയോടുകൂടെ തന്നെയാണ് അവൾ അവിടേക്ക് പോയത്. അവൾക്ക് മരിക്കാറായ ഒരു കുഞ്ഞിനെയാണ് പരിചരിക്കാനായി ആദ്യം നിയോഗം ലഭിച്ചത്. ദേഹമാസകലം വ്രണങ്ങൾ. കുഞ്ഞ് വേദന കൊണ്ട് നിലത്ത് കിടന്ന് പുളയുകയാണ്, നിലവിളിക്കുകയുമാണ്. അറപ്പും വെറുപ്പും തോന്നുന്ന രംഗം. എന്നാൽ ആ മാൾട്ടാക്കാരി പെൺകുട്ടി അവയെല്ലാം വെടിഞ്ഞ് ആ കുഞ്ഞിനെ ശുശ്രൂഷിച്ചു. എങ്കിലും ഏതാനും മണിക്കൂറുകൾക്കു ശേഷം ആ കുഞ്ഞ് മരണപ്പെട്ടു. തന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി നിർവഹിച്ച അവൾ മദറിനടുത്തെത്തി. മദറിനോട് പറഞ്ഞു, മദറെ, 3 മണിക്കൂർ നേരം ഞാൻ ഉണ്ണീശോയെ എന്റെ കൈകളിൽ എടുത്തു. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് പറയുന്നത് ഇങ്ങനെയാണ്: വളരെയേറെ ദൈവസ്നേഹത്തോടെ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് കുറച്ച് സ്നേഹത്തോടെ വലിയ കാര്യം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ്. നമുക്ക് ചിന്തിക്കാം, നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ എത്രമാത്രം ദൈവസ്നേഹമുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ ഉണ്ണീശോയെ കൈകളിൽ എടുത്തിട്ടുണ്ട്. അപരന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ഉണ്ണീശോയ്ക്കാണ് ചെയ്യുന്നത് എന്ന സ്നേഹ മനോഭാവം എനിക്കുണ്ടാകാറുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഉണ്ണീശോയെ, താഴ്മയുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. ആമേൻ.